ക്രിസ്മസിൻ്റെ സംഗതമായ സന്ദേശം സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന വേദപുസ്തകത്തിലെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിലെ അടിസ്ഥാനമാക്കിയാണ്. കലണ്ടർ എടുത്ത് പരിശോധിക്കുമ്പോൾ AD 336 മുതലാണ് ക്രിസ്മസ് ശരിയായി നടന്നതായി നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിലും ഫിലാക്കോലിയൻ കലണ്ടറിലുമെല്ലാം ക്രിസ്മസിൻ്റെ ആഘോഷത്തെ സംബന്ധിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. ഡിസംബർ 25 ക്രിസ്മസായി ആഘോഷിക്കപ്പെട്ടത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിലെ അധികാരിയായി മാറുന്നതോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിന് മുമ്പ് AD 64 മുതൽ AD 284 വരെ നീറോ മുതൽ ഡയോക്ലീഷ്യൻ വരെയുള്ള ചക്രവർത്തിമാർ ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും വിശ്വാസ ജീവിതത്തിൽ നിന്നും അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചവരായിരുന്നു. എന്നാൽ അമ്മ ഹെലനയുടെ സ്വാധീനത്തിൽ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നതോടെ ക്രൈസ്തവ വിശ്വാസികൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടാകുന്നത് AD 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ വഴി ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ആരാധനാ സ്വാതന്ത്ര്യം മാത്രമല്ല, രാജ്യത്തിൻ്റെ മതമായി പോലും അത് പിന്നീട് പരിണമിക്കുകയുണ്ടായി. എന്നാലും ഒരു രാഷ്ട്രീയ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭരണസാരഥ്യത്തിനായിട്ട് ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കുക എന്ന ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നുവെങ്കിലും ഈഡിക്റ്റ് ഓഫ് മിലാൻ വഴി ക്രൈസ്തവ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചുവെങ്കിലും 336 അദ്ദേഹം സ്നാന ശുശ്രൂഷയിലൂടെ ജീവിതത്തിൽ ഒരു സമർപ്പണം, ക്രൈസ്തവ വിശ്വാസി എന്ന ശരിയായ രേഖപ്പെടുത്തലുകളിലൂടെ എത്തിച്ചേരുന്നത്. എന്നാൽ 337 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നായിരുന്നു എന്നതിനെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് വ്യക്തമായി 3 ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. കൊറേനോസ് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ ജനനമുണ്ടായത് എന്നാണ് ലൂക്കോസ് സുവിശേഷത്തിലെ രേഖ. പീലാത്തോസ് ഭരിക്കുന്ന കാലഘട്ടം അതിന് പിന്നീടായിരുന്നു. ആ കാലഘട്ടത്തിൽ അഗസ്റ്റസ് സീസറായിരുന്നു ചക്രവർത്തി, ഹേരോദാവായിരുന്നു നാട്ടുരാജാവ്. ഈ 3 ഭരണാധികാരികളുടെ കാലത്താണ് യേശു ജനിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 ഭരണാധിപന്മാരും ശരിയായി പറഞ്ഞാൽ അവരുടെ ഭരണകാലത്തിൽ ശരിയായി ഹേരോദാവ് നാട് നീങ്ങുന്നത് BC 4-ാം വർഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ BC 4-ലാണ് ഈ 3 പേരും ജീവിച്ചിരുന്നപ്പോൾ യേശു ജനിച്ചുവെങ്കിൽ യേശു ജനിച്ചിരിക്കാനുള്ള സാധ്യത. ഡിസംബർ 25 ക്രിസ്മസ് ആയത് യേശു ക്രിസ്തു കൃത്യമായും അന്ന് തന്നെയാണ് ജനിച്ചത് എന്ന അർത്ഥത്തിലല്ല. സാധാരണഗതിയിൽ വിൻ്റർ സോൾസ്റ്റീസ് എന്ന് പറയുന്ന ഒരാഘോഷം സൂര്യ ആരാധനയുള്ള റോമിൽ മിത്ര മതസ്ഥർ കൊണ്ടാടിയിരുന്നു. വിൻ്റർ സോൾസ്റ്റീസ് ഏറ്റവും പകലിൽ ദൈർഘ്യം കുറവും രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമുള്ള ഡിസംബർ 22-ാം തീയതിയായിരുന്നു. എന്നാൽ ഈ ദിവസം കഴിഞ്ഞ് സൂര്യൻ്റെ പ്രകാശം കൂടുതൽ ശക്തി ആർജിക്കുന്ന നാളുകൾ ഡിസംബർ 25 ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരു കാർഷിക പെരുന്നാൾ അവർ കൊണ്ടാടിയിരുന്നു. ആ കാർഷിക പെരുന്നാളിൽ തുടർന്ന് ഈ ആഘോഷം പരിമിതീകരിക്കപ്പെടുകയും ആ ദിവസം ക്രിസ്മസ് എന്ന് മാറുകയും ചെയ്തു. സൂര്യൻ്റെ പുതിയ തേജസ് ലോകം മുഴുവൻ വ്യാപിക്കുന്ന നാളായിരുന്നു ആ പ്രത്യേക ദിവസം. അതുകൊണ്ടാണ് ഡിസംബർ 25 എന്ന ആഘോഷം ക്രിസ്മസിൻ്റേതാക്കി മാറ്റിയത്. എന്നാൽ മാർച്ച് 25 മറിയയ്ക്ക് ദൈവദൂത സന്ദർശനമുണ്ടായതെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ തുടർന്ന് ഡിസംബർ 25 പൂർണ്ണ ഗർഭിണിയാകുന്ന ഒരു കാലമാണ്. യേശു കർത്താവിനെ അപ്പോഴാണ് പ്രസവിച്ചത് എന്നതുകൊണ്ട് ഡിസംബർ 25 എന്ന
ക്രിസ്തുപിറവി ദിനം ഒരാഘോഷമാക്കി മാറ്റി. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമുണ്ടാകണം എന്ന സന്ദേശമാണ് ദൂതൻ ഇന്ന് ബെയ്ത് സഹൂർ എന്ന് വിളിക്കുന്ന ഒരു വയൽ പ്രദേശത്ത് വന്ന് ദർശനം നൽകിക്കൊണ്ട് ഇടയന്മാർക്ക് അറിയിപ്പ് നൽകുന്നത്. അവ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം എന്നാണ്. എങ്ങനെയാണ് സർവ്വമതത്തിനും ഈ മഹാസന്തോഷം ലഭ്യമാവുക? യേശു ബത്ലഹേമിലാണ് ജനിച്ചത്. ബത്ലഹേം എന്നത് ദാവീദിൻ്റെ സ്വന്തം നാടാണ്. ആ ദാവീദിൻ്റെ വംശാവലിയിൽ യേശു കർത്താവ് ജനിക്കുകയായിരുന്നു. അങ്ങനെ നസ്രേത്തുകാരനായ യോസേപ്പിൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത് അവരുടെ യോസേപ്പിൻ്റെ സ്വന്തം പട്ടണം ഈ ദാവീദിൻ്റെ കുടുംബത്തിലുള്ളയാളായതുകൊണ്ട് അവിടെ കാനേഷുമാരി കണക്കെടുപ്പ് 14 വർഷത്തിലൊരിക്കൽ നടത്തുന്നത് ആദ്യമായി അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറിയയും ഒപ്പം യോസേപ്പും ചേർന്ന് അവിടെ പേർവഴി ചാർത്തൽ എന്ന പ്രത്യേക ചടങ്ങിന് വേണ്ടി എത്തിച്ചേരേണ്ടി വരുന്നത്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ബത്ലഹേം എഫ്രാത്ത് എന്ന സ്ഥലത്ത് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ജനിക്കും എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനവും അന്വർത്ഥമാകുന്ന വിധത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. ഒരു ഭൂലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും മാപ്പ് മേശപ്പുറത്തിട്ട ശേഷം ഒരു കോമ്പസ് ഉപയോഗിച്ച് നടുവിൽ കോമ്പസിൻ്റെ മുനയുള്ള ഭാഗം കുത്തി എല്ലാ രാജ്യത്തിൻ്റെയും അതിർത്തി ഉള്ളിൽ വരത്തക്കവണ്ണം ഒരു വൃത്തം വരച്ചാൽ അതിൻ്റെ കേന്ദ്രത്തിൽ നാം ആ കോമ്പസിൻ്റെ നീഡിൽ കുത്തിയിരിക്കുന്ന സ്ഥലമായിരിക്കും യേശു ജനിച്ച ബത്ലഹേം. കാരണം യേശുക്രിസ്തു സർവ്വജനത്തിനും മഹാസന്തോഷമായി തീരുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ ജനിച്ചത്. അതുകൊണ്ട് എല്ലാ ഭൂലോകത്തിലെ മനുഷ്യർക്കും സമസ്ത സൃഷ്ടിക്കും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള വിമോചനത്തിനായിട്ട് യേശു പിറന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം പാപത്തിൻ്റെ ഭാരമാണ്. പാപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. യേശുവിലൂടെ സംഭവിച്ച യാഥാർത്ഥ്യം തിരുവചനം പറയുന്നത് വചനം ജഡമായി തീർന്നു, അഥവാ മാംസം ധരിച്ചു. വാക്കുകളെല്ലാം അസ്ഥാനത്തായി പോകുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വാക്കുകൾ ക്രിയയായി മാറുന്നതിന് വേണ്ടി പല ആളുകൾക്കും അതിന് താല്പര്യമില്ലാതിരിക്കുകയോ അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചേർക്കുന്നതിന് സാധിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു ലോകത്തിൽ വാക്കുകളൊക്കെ പാഴ്വാക്കുകളാകാതെ അത് കർമ്മനിരതമായ പ്രവർത്തനമായി മാറണമെന്നും അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചേരണമെന്നുമുള്ള നിർദ്ദേശമാണ് ക്രിസ്മസിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം വചനം മാംസം ധരിച്ചു എന്നതാണ്. കൂടാതെ ദൈവം മനുഷ്യനായി തീർന്നു എന്നത് ക്രിസ്മസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. മനുഷ്യർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വം മരവിച്ച് മനുഷ്യരല്ലാതായി തീരുന്ന മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപൃതമാകുമ്പോൾ ആരാണ് ശരിയായ മനുഷ്യൻ എന്ന അർത്ഥം പൂർണ്ണമാക്കുന്ന ക്രിസ്തുദേവൻ്റെ ജീവിതത്തിലൂടെ ഈ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ മനുഷ്യനായി തീർന്നു. ഡയോജനീസ് ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. ഏതൻസിലെ പട്ടണത്തിൽ മുഴുവൻ അദ്ദേഹം നട്ടുച്ച നേരത്ത് റാന്തൽ വെളിച്ചവുമായി സഞ്ചരിക്കുന്നൊരു ചിത്രം നാം വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഡയോജനീസ് എന്ന തത്വജ്ഞാനിയെ നോക്കി ഈ പകൽ വെളിച്ചത്തിൽ എന്താണ് അദ്ദേഹം അന്വേഷിക്കുന്നത് എന്ന് യുവജനത ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ പട്ടണ തിരക്കുകൾക്കിടയിൽ മനുഷ്യരെ തേടുകയാണ്. മനുഷ്യർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ലോകം. പൂർണ്ണ മനുഷ്യൻ, ഒരു തികഞ്ഞ മനുഷ്യൻ എങ്ങനെയായിത്തീരണമെന്നും ആരായിരിക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ കർത്താവ് നമ്മെ കാണിച്ചു തരുന്നു, ബോധ്യമാക്കി തരുന്നു. ഇൻഫിനിറ്റായ ദൈവം ഫൈനൈറ്റായി മാറി. അതായത് അനന്തനായ ദൈവം പരിമിതീകരിക്കപ്പെട്ട് മനുഷ്യനായി മാറി. ദൃഷ്ടിഗോചരമായ മനുഷ്യർക്ക് അവൻ്റെ സാമീപ്യമായി തീരുന്നതിനു വേണ്ടി യേശു മനുഷ്യാവതാരം ചെയ്തു എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അവൻ ഇമ്മാനുവലായി മാറി. മനുഷ്യരോട് സഹവസിക്കുന്നതിനും മനുഷ്യരുടെ കഷ്ടതയിലും കണ്ണുനീരിലും അവനോടൊപ്പം പങ്കുചേരുന്നതിനും അവൻ ആശ്വാസമായിരിക്കുന്നതിനും സമാധാനത്തിൻ്റെ സന്ദേശവുമായി
യേശു ഈ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും പച്ചയായ അനുഭവത്തിലൂടെ അറിയുന്നതിനു വേണ്ടി അവിടുന്ന് ഈ ലോകത്തിൽ മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നു എന്നത് ഒരു പുതിയ ഉപദേശമാണ്. മനുഷ്യരെ ദൈവമാക്കി തീർക്കുകയോ ദൈവത്തിലേക്ക് മനുഷ്യൻ കടന്നു പോവുകയോ ദൈവത്തെ മനുഷ്യൻ അന്വേഷിക്കുകയോ ചെയ്യുന്നതാണ് നമ്മുടെ പാരമ്പര്യം. എന്നാൽ ദൈവം മനുഷ്യനെ തേടുക എന്നത് സാധാരണമല്ല. വേദപുസ്തകത്തിൽ നൽകുന്ന സന്ദേശം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു, മനുഷ്യരെ ദൈവം അന്വേഷിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു, മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവർക്ക് വിമോചനം നൽകുന്നു, അവർക്ക് ആശ്വാസം പകരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസ് എന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ് എന്ന് നാം പറയുന്നത്. ലോകം മുഴുവൻ അസമാധാനവും അശാന്തിയും നിറഞ്ഞ ഒരു ജീവിത പരിപ്രേക്ഷ്യമാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. ഈ അസമാധാന അസന്തുഷ്ടി നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യൻ്റെ സ്നേഹമായി സമാധാനമായി ദൈവമായ കർത്താവ് ഈ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വൃത്താന്തം വേദപുസ്തകത്തിൽ പഴയ നിയമ ശകലം ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ സർവ്വ മനുഷ്യർക്കും മഹാസന്തോഷമായി തീരുവാൻ യേശു വന്നു എന്ന് കാണിക്കുന്നതിനു വേണ്ടി മത്തായി എഴുതിയ സുവിശേഷത്തിലും വേദപുസ്തകത്തിലെ മറ്റൊരു സുവിശേഷമായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് അഥവാ ജീനിയോളജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്ന ആ വേദഭാഗം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉൾച്ചേരലുകൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യേശു ആരുടെ വംശത്തിലാണ് വന്ന് ജനിച്ചത് എന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് 5 സ്ത്രീകളെ കൂടെ ചേർത്ത് വംശാവലി തികച്ചുകൊണ്ടാണ്. അവിടെ ആദ്യം പറയുന്ന യേശുവിൻ്റെ വംശാവലിയിൽ ചേരുന്ന പുരുഷനെ കൂടാതെയുള്ള സ്ത്രീ രാഹാബ് എന്ന വേശ്യാസ്ത്രീയാണ്. ആ രാഹാബ് എന്ന വേശ്യാസ്ത്രീയുടെ വംശത്തിൽ യേശു പിറന്നു എന്നാണ് വ്യക്തമാക്കി തരുന്നത്. രണ്ടാമത് താമാർ എന്ന ഒരു സ്ത്രീ തൻ്റെ അമ്മായപ്പൻ തനിക്ക് നിവർത്തിക്കേണ്ടുന്ന എല്ലാ പ്രവൃത്തികളും തൻ്റെ പുത്രനെ കൊണ്ടും തുടർന്ന് പുത്രൻ മരിച്ച ശേഷം പുത്രൻ്റെ സഹോദരനെ കൊണ്ടും നിവർത്തിക്കേണ്ടുന്ന ദേവരവിവാഹം എന്ന ധർമ്മം നിർവഹിക്കാതിരുന്നപ്പോൾ അയാളെ തിരിച്ച് പറ്റിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നാം വേദപുസ്തകത്തിൽ രണ്ടാമത്തെ സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തി വായിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയുടെ കുടുംബത്തിൽ യേശു വന്ന് ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് മത്തായി എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ ഈ വംശാവലി വിവരിക്കുന്ന കൂട്ടത്തിൽ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബത്ശേബയിൽ യേശു വന്ന് ജനിച്ചു എന്നാണ് നാം തുടർന്ന് കാണുന്നത്. ബത്ശേബ എന്നത് ഊരിയാവ് എന്ന വിജാതീയനായ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യയെ ദാവീദ് വപ്പാട്ടിയായി സ്വീകരിച്ചതാണ്. ആ സ്ത്രീയുടെ വംശത്തിൽ യേശു ജനിച്ചു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ നാലാമത് വിവരിക്കുന്ന സ്ത്രീയാണ് രൂത്ത് ഷി വാസ് എ മോവാബൈറ്റ്, മോവാബ്യ സ്ത്രീയാണ്. ആ മോവാബ്യ സ്ത്രീ യഹൂദൻ്റെ കണ്ണിൽ വിജാതീയ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ കുടുംബത്തിലൂടെയാണ് യേശു വന്ന് ജനിച്ചത്. ഒടുവിൽ മറിയ എന്ന 5ാമത്തെ സ്ത്രീയുടെ സന്തതിയായി കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജനിച്ചു. യേശു ക്രിസ്തു അതുകൊണ്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു എന്ന്. വേദപുസ്തകത്തിലെ എല്ലാ ജന്മവൃത്താന്തവും വായിക്കുമ്പോൾ പുരുഷൻ അല്ല പ്രസവിക്കുന്നതെങ്കിലും പുരുഷൻ്റെ വിത്തിൽ നിന്ന് ജനിച്ച രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ യേശുവിൻ്റെ പിറവിയിൽ മാത്രം അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എന്ന് രേഖപ്പെടുത്തുന്നു. കാരണം പുരുഷനിൽ നിന്ന് ജനിച്ചവനെല്ലാം പാപിയായി മാറി. അതുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി സ്ത്രീയുടെ സന്തതിയായി യേശു ഈ ലോകത്തിൽ വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പാപത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒടുവിലത്തെ കാലത്ത് സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കുമെന്ന് ദൈവം പാമ്പിനോട് ശാപമൊഴിയുന്നതായി കാണാം. അങ്ങനെ സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കുമെന്നും പാമ്പിനോട് പാമ്പ് മനുഷ്യൻ്റെ കുതികാൽ തകർക്കുമെന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനെ
ഈ ലോകത്തിലെ പാപത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതിനും തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിനും പാപത്തിന് പരിഹാരമായി തീർന്നുകൊണ്ട് യാഗമായി തീരുന്നതിനും വേണ്ടി ആ യേശു ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ് നാം ഈ ക്രിസ്മസിലൂടെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം എന്നത് വിജാതീയ ബന്ധുത്വം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ചേരുന്നുണ്ട്. അതുപോലെ നിരവധി നിസ്സാരന്മാരായ മനുഷ്യർ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലുണ്ട്. നിരവധി രാജാക്കന്മാരുണ്ട്, നിരവധി പ്രഭുക്കന്മാരുണ്ട്. ഏറ്റവും ഹീനരായി ജീവിച്ചിരുന്ന പാരസ്, നഹശോൻ തുടങ്ങിയ ക്രൂരന്മാരുണ്ട്. അത്തരത്തിൽ ക്രൂരന്മാരും വിശുദ്ധന്മാരും ഭക്തന്മാരും യജമാനന്മാരും സാധാരണക്കാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അവരുടെ വംശത്തിൽ ഉൾപ്പെട്ടവനായിട്ടാണ് യേശു ജനിച്ചു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അതുകൊണ്ട് പറയുന്നു, വചനം ജഡമായി തീർന്നു എന്ന്. അത്തരത്തിൽ ഈ ലോകത്തിൽ എത്തിച്ചേർന്ന ദൈവപുത്രൻ വന്ന് പിറക്കുന്നത് എവിടെ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ദൂതൻ ഈ വന്നു നിന്നുകൊണ്ട് ഇടയന്മാരെ അറിയിക്കുന്നത്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പശുത്തൊട്ടി എന്നത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പശുവിന് പുല്ല് അല്ലെങ്കിൽ തീറ്റ ഇട്ട് കൊടുക്കുന്ന ചെറിയ ഇടുങ്ങിയ സ്ഥലമല്ല. സത്രങ്ങളുടെ മുന്നിൽ അതിവിശാലമായ മൈതാനം പോലുള്ള സ്ഥലത്ത് വാഹന മൃഗങ്ങളിൽ എത്തിച്ചേരുന്നവർക്ക് വാഹനം അവിടെ കുറ്റിയടിച്ചിരിക്കുന്ന കുറ്റിയിൽ കെട്ടിയ മൃഗങ്ങളെ അവിടെ കെട്ടിയതിന് ശേഷം സത്രങ്ങളിൽ വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വലിയ പെസഹ പോലുള്ള തിരക്ക് വിളിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോഴോ ജനസംഖ്യ കണക്ക് എടുക്കുമ്പോഴോ തീനും വൈക്കോലുമെല്ലാം സൗജന്യമായി സത്രത്തിൽ തന്നെ ലഭ്യമാക്കിയിരുന്നു. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ആളുകളുടെ വാഹനമൃഗങ്ങളെ കെട്ടിയിരിക്കുന്ന കുറ്റികൾ തുടർച്ചയായി വൃത്താകൃതിയിൽ കുറ്റികളടിച്ച് മൃഗത്തെ കെട്ടിയിട്ടുണ്ടാവും. ആ കുറ്റിയുടെ നടുവിലുള്ള മൈതാനം പോലുള്ള സ്ഥലമാണ് പുൽത്തൊട്ടി. ആ സ്ഥലത്ത് പുരുഷന്മാർ, ഈ മൃഗങ്ങളുടെ ഉടമസ്ഥർ വിശ്രമിക്കാറുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ കാണുന്ന നിസ്സാരത, അവൻ ഈ പുല്ല് ഇടുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലുള്ള ആ വിശാലമായ മൈതാനത്തിൽ രാത്രിയിൽ തൻ്റെ അമ്മയായ മറിയയ്ക്കൊപ്പം വിശ്രമിച്ചു എന്നാണ്. യേശുക്രിസ്തു എവിടെ ജനിച്ചു എന്നത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി തരുന്നില്ല. പറയുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ്. പശുത്തൊട്ടി എന്ന ഈ വിസ്തൃതമായ സ്ഥലത്ത് ഒരു ശിശുവുമായി അമ്മ മറിയ രാത്രിയിൽ വിശ്രമിക്കേണ്ടി വരിക എന്തുകൊണ്ട് എന്നതിന് വേദശാസ്ത്രപരമായി മറുപടി നൽകുന്നത്, കൊട്ടാരത്തിൽ യേശു വിശ്രമിച്ചിരുന്നുവെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ഉന്നതർക്ക് മാത്രമേ ക്രിസ്തുവിനെ സമീപിക്കുവാനോ സന്ധിക്കുവാനോ കഴിയുമായിരുന്നുള്ളൂ. സാധാരണ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ചുറ്റിക്കെട്ടുന്നതിന് ഒറ്റ തുണി ഉണ്ടായിരുന്നില്ല. യഹൂദന്മാർ ജനിക്കുമ്പോഴോ മരിക്കുമ്പോഴും സാധാരണഗതിയിൽ ഒറ്റ വസ്ത്രമാണ് ശരീരത്തിൽ നീളൻ വസ്ത്രമായി ചുറ്റാറുള്ളത്. എന്നാൽ യേശു കുഞ്ഞിൻ്റെ ജനനത്തിൽ അടയാളമായി പറഞ്ഞു കൊടുക്കുന്നത് ദരിദ്രനിൽ ദരിദ്രനായി യേശു ജനിച്ചു എന്ന് അടയാളപ്പെടുത്തുന്ന ശീലകൾ എന്ന ബഹുവചന രൂപത്തിലാണ്. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെയേ നിങ്ങൾ കാണുകയുള്ളൂ. സാധാരണഗതിയിൽ രക്ഷകർത്താക്കൾക്കൊപ്പം വിശ്രമിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ തൊണ്ട് ശീലകൾ ഒറ്റത്തുണി ഇല്ലാത്തതുകൊണ്ട് ഏച്ചു കെട്ടി ചുറ്റി കിടക്കുന്ന ഒരു ശിശുവിനെയേ നിങ്ങൾ കാണുകയുള്ളൂ. സാധാരണക്കാർക്കപ്പുറം നിന്നുകൊണ്ട് ദരിദ്രനായി വേഷത്തിൽ മനുഷ്യനായി യേശു ഈ ലോകത്തിൽ വന്നു എന്ന് കാട്ടിത്തരികയും എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് എന്ന് സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ ലോകത്തിൽ ക്രിസ്മസിൻ്റെ സാങ്കത്യം വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദരിദ്രൻ്റെ, വേദനിക്കുന്നവൻ്റെ, ജീവിതത്തോട് സമരസപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ക്രിസ്മസിനെ നോക്കിക്കാണാൻ ആഹ്വാനം ചെയ്യുന്ന ഒരാഘോഷം കൂടിയാണ് ഈ ക്രിസ്മസ്. യേശുക്രിസ്തുവിന് വഴി കാണിക്കുന്നൊരു നക്ഷത്രമായി യേശുക്രിസ്തു ജനിച്ച സമയത്ത് കിഴക്ക് വിദ്വാൻമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ നക്ഷത്രം യേശുക്രിസ്തുവിന് വഴി കാണിച്ചു കൊടുക്കുകയാണ്. യേശുവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരാൻ വിദ്വാൻമാർക്ക് വഴികാട്ടി കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ധാരണ കൊട്ടാരത്തിലായിരിക്കും യേശു ജനിച്ചത് എന്നാണ്.
അങ്ങനെ കൊട്ടാരം സമീപിച്ച് അവർ ആ വഴിയിലൂടെ പോകുമ്പോൾ നക്ഷത്രത്തെ ഉപേക്ഷിച്ച് അവരുടെ ധാരണകളിലേക്ക് മടങ്ങി വരികയും അവർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അത് നിരവധി കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായി മാറി. മാർക്ക് ആൻ്റണി, ക്ലിയോപാട്ര എന്നിവരുടെ സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഹേരോദാവ്. അന്നവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹമാണ്. ഹേരോദാവ് ഒരു വെറും നാടുവാഴിയായി മാത്രം പറയാവുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ രാജാവ് എന്ന പദവി അദ്ദേഹം റോമിൽ കാശ് കൊടുത്ത് സെനറ്റിനെ സ്വാധീനിച്ച് മാർക്ക് ആൻ്റണിയെ സ്വാധീനിച്ച് മാർക്ക് ആൻ്റണിയിലൂടെ നേടിയെടുത്തതായിരുന്നു. അതുകൊണ്ടാണ് രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യവുമായി ഈ വിദ്വാൻമാർ അല്ലെങ്കിൽ മജായി കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കാശ് കൊടുത്ത് രാജാവെന്ന പദവി നേടിയിരിക്കുന്ന ഇദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടായത്. ആ പദവി, ആ നേട്ടം തന്നിൽ നിന്നും തട്ടിപ്പറിക്കുന്നതിനു വേണ്ടി മറ്റൊരുവൻ എത്തിച്ചേർന്നു എന്ന അത്ഭുതകരമായ ചിന്ത അയാളെ വേദനിപ്പിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ആ ജനനത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഹേരോദാവ് ആവശ്യമായ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഹേരോദാവ് എന്ന അധികാരഭ്രമത്തിൽ ജീവിച്ചിരുന്ന ഭരണാധികാരി ക്രൂരനായിരുന്നു. ആ ക്രൂരനായ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ജോസീഫസിൻ്റെ ആൻറ്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിലാണ്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ജീവിച്ചിരുന്ന ഫ്ലേവിയസ് ജോസീഫസ് എന്ന പ്രസിദ്ധനായ ചരിത്രകാരൻ തൻ്റെ പുസ്തകത്തിൽ ഈ ഹേരോദാവ് എന്ന രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മറിയാമ്നെ എന്ന സ്ത്രീയെ പരസംഗം ആരോപിച്ച് അയാൾ ഈ സ്ത്രീയെ കൊന്നുകളഞ്ഞു. കൂടാതെ അലക്സാണ്ടർ തുടങ്ങിയ 3 മക്കളെ ഇദ്ദേഹം വധിച്ചു കളഞ്ഞു. ഭാര്യയുടെ സഹോദരനെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയച്ഛൻ ഹിർക്കാനസിനെ അദ്ദേഹം കൊന്നുകളഞ്ഞു. നിരവധി സുഹൃത്തുക്കളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഈ ഹേരോദാവ് 73-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. ദേഹം മുഴുവൻ സഹിച്ചുകൂടാത്ത ചൊറിച്ചിൽ, ഭയങ്കര വയറുവേദന, കാലിൽ നീര് വെച്ച് വിങ്ങിയ മുഴകൾ, അഴുകി പുഴുവരിക്കുന്ന ഗുഹ്യ അവയവം, കിടക്കാൻ കഴിയാത്ത ശ്വാസം മുട്ട്, എല്ലാ അവയവങ്ങളിലും കോച്ചിപ്പിടുത്തം. ഇങ്ങനെയാണ് ഈ ഹേരോദാവ് അന്ത്യം കുറിക്കുന്ന മരണത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ജോസീഫസ് വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ചരിത്രരേഖയിൽ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അതുകൊണ്ട് താൻ പീഡിപ്പിച്ച പ്രിയപ്പെട്ട യഹൂദന്മാരെല്ലാവരും സന്തോഷിക്കുമെന്നും അത് ആഘോഷമാക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറഞ്ഞിരുന്നു, കുറേ യഹൂദന്മാരായ മാന്യന്മാരും ഭക്തന്മാരുമായ ആളുകളെ പിടിച്ച് അന്നത്തെ ഹിപ്പോഡ്രാം കോട്ടയിൽ അടച്ച ശേഷം താൻ മരിക്കുമ്പോൾ ഈ യഹൂദന്മാരെ മുഴുവൻ കൊന്നുകളയണമെന്ന്. ആ പേരിൽ യഹൂദന്മാരൊക്കെ തൻ്റെ മരണത്തെ ആഘോഷിക്കാതെ ദുഃഖിച്ചുകൊള്ളും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ മരണനിമിഷം വലിയൊരു വിലാപമുണ്ടാകും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹം തൻ്റെ ആ ജനനത്തിൽ തൻ്റെ സഹോദരിയും ഭർത്താവായ അലക്സിസും ചേർന്ന് ഈ കോട്ടയിൽ അടയ്ക്കപ്പെട്ടിരുന്ന യഹൂദന്മാരെ മുഴുവൻ സ്വതന്ത്രമാക്കുകയും ആ സ്വാതന്ത്ര്യത്തോടെ യഹൂദന്മാർ മുഴുവൻ ഈ ദിവസം ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഹീനനായ രാജാവ് അധികാരഭ്രമത്തിൽ വാണ് ദൈവസ്നേഹമില്ലാതെ പെരുമാറിയാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യമെന്താകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ ക്രിസ്മസിൻ്റെ സന്തോഷം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരാശ്വാസവും സമാധാനവും നിറഞ്ഞതായി മാറട്ടെ. മറ്റുള്ളവരുടെ മറ്റുള്ള മനുഷ്യജീവിതത്തിൽ ആശ്വാസമായി മാറാൻ, സമാധാനമായി തീരാൻ നല്ലൊരു ക്രിസ്മസും പുതിയ വർഷവും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.